2026 IPL സീസണിൽ ഏറ്റവും കൂടുതൽ ഒരു ശ്രദ്ധ നേടാൻ പോകുന്നൊരു ടീം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെന്നൈ സൂപ്പർ കിങ്സ് ആയിരിക്കും. എല്ലാ തവണയും MS ധോണി തന്നെയാണ് ചെന്നൈ സൂപ്പർ കിങ്സിനെ ശ്രദ്ധാകേന്ദ്രം. പക്ഷെ ഇത്തവണ അതിന് ചെറിയൊരു മാറ്റം സംഭവിക്കുന്നുണ്ട്. അത് രാജസ്ഥാൻ റോയൽസ് നായകനായിരുന്ന സഞ്ജു സാംസൺ ചെന്നൈയിലേക്ക് എത്തുന്നു. ചെന്നൈയിലെ താരമായിട്ട് സഞ്ജു ഇനി ജേഴ്സി അണിയുകയാണ്. അതാണ് ഇത്തവണത്തെ IPL ചെന്നൈ സൂപ്പർ കിങ്സിനെ ഇത്രത്തോളം വ്യത്യസ്തമാക്കുന്നത്. ചെന്നൈയിലോട്ട് നോക്കുമ്പം ചെന്നൈ ഒരു IPL ചരിത്രത്തിൽ വലിയ പ്രതാപമുള്ള ടീം തന്നെയാണ്. അവരുടെ എല്ലാം കൊണ്ടും ഫാൻ ബേസ് കൊണ്ടും അവരുടെ കളി മികവ് കൊണ്ടും എല്ലാം കൊണ്ടും IPL ഏറ്റവും മികച്ച ടീമുകളിലൊന്നാണ്. പക്ഷേ കഴിഞ്ഞ 1-2 സീസണായിട്ട് ചെന്നൈ വളരെ പിന്നോക്കം പോയിട്ടുണ്ട്. കഴിഞ്ഞ 2025 സീസണിൽ 10ാം സ്ഥാനത്താണ് ഇരുന്നു പോയിന്റ് ടേബിളിൽ. പക്ഷെ അങ്ങനെ വളരെ തിരിച്ചടി നേരിട്ടൊരു സീസണായിരുന്നു ചെന്നൈയെ സംബന്ധിച്ച്. ധോണി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ജഡേജ ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള കുറേ താരങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ അവർക്ക് അവരുടെ എക്കാലത്തെ ചെന്നൈയുടെ നേട്ടങ്ങളിൽ നെടുന്തൂണായിട്ടുണ്ടായിരുന്ന രവീന്ദ്ര ജഡേജ അവരുടെ കൂട്ടത്തിൽ ഇല്ല എന്നൊരു പ്രത്യേകതയുണ്ട്. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ ഈ സഞ്ജുവിൻ്റെ ഒരു സാന്നിധ്യമാണ് ടീമിനെ വ്യത്യസ്തമാക്കുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം നടന്ന മിനി താരലേലത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ടീം സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ താരങ്ങളെ വിളിച്ചെടുക്കുന്നതിൽ കുറേ ആരോപണങ്ങളും പഴികളും കേൾക്കുന്നുണ്ട്. അത് പതിവിൽ നിന്ന് വ്യത്യസ്തമായി ചെന്നൈ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ അതുപോലും ആരോപണങ്ങൾക്ക് വിധേയമാവുന്നുണ്ട്. അതായത് വ്യത്യസ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചെന്നൈ പുതുരക്തത്തെ കുറച്ച് ജൻസികളെ തേടിപ്പോയിട്ടുണ്ട് ഇത്തവണ. പക്ഷേ മുൻപത്തെ സീസണിലൊക്കെ ചെന്നൈ പഴയ പടക്കുതിരകളെ തപ്പിപ്പോയപ്പോൾ ഇത്തവണ കുറച്ച് ജെൻസി ടൈപ്പ് പിള്ളേരെ തപ്പിപ്പോയിട്ടുണ്ട്. പക്ഷെ അവിടെയും ചെന്നൈക്ക് കുറേ തിരിച്ചടി ഉണ്ടായിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. എന്താണ് സേഫിനെ സംബന്ധിച്ച് അതിൻ്റെ തിരിച്ചടി എന്ന് പറയാനുള്ള കാരണങ്ങൾ? തീർച്ചയായിട്ടും ഇത് തിരിച്ചടി എന്ന് ഞാൻ പറയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചെന്നൈ ടീമിനെ സംബന്ധിച്ച് ചെന്നൈയുടെ ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു പലപ്പോഴായിട്ട് വയസ്സൻ പട ഏറ്റവും കൂടുതൽ ചെന്നൈ വയസ്സൻ പട എന്ന ഒരു ആരോപണം നേരിട്ട ഒരു വർഷം എൻ്റെ ഓർമ്മയിൽ 2018 2018 സീസണിൽ ചെന്നൈ കപ്പടിച്ചിട്ടാണ് ആ ഒരു വിമർശനങ്ങൾക്ക് ചെന്നൈ മറുപടി കൊടുത്തത്. പിന്നെ ഇപ്പോൾ ഈ IPL താരലേലത്തിൽ 43 കോടി രൂപ പേഴ്സ് ബാലൻസ് ആയിട്ട് നിൽക്കുന്നത് ചെന്നൈയുടെ പേഴ്സ് ബാലൻസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ രണ്ടാമത്തെ പേഴ്സ് ബാലൻസ് ഉണ്ടായിരുന്നത്. കൊൽക്കത്തക്ക് 63 കോടി ഉണ്ടായിരുന്നു, ചെന്നൈക്ക് 43 കോടി ഉണ്ടായിരുന്നു. അപ്പോൾ ചെന്നൈ ടീമിൽ നിന്ന് ആളുകൾ പ്രതീക്ഷിച്ച ഒരു ലേലം അല്ലെങ്കിൽ ലേലത്തിൽ ആളുകൾ പ്രതീക്ഷിച്ചത് കൂടുതൽ സീനിയർ ആയിട്ടുള്ള താരങ്ങളെ വലിയ തുകയ്ക്ക് എടുക്കാനുള്ള ശ്രമം നടത്തുമെന്നുള്ളതാണ്. ഇപ്പോൾ ചെന്നൈയിനെ സംബന്ധിച്ച് മുസ്തഫിസുർ റഹ്മാൻ, അതുപോലെ തന്നെ ജേസൺ ഹോൾഡർ, ഇങ്ങനെയൊക്കെയുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബോളർമാർ, അല്ലെങ്കിൽ ഇപ്പോൾ ജേസൺ ഹോൾഡർ ആണെങ്കിൽ ഓൾറൗണ്ടർ എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനത്തെ താരങ്ങൾ. അതുപോലെ തന്നെയാണ് കാമറൂൺ ഗ്രീന്, ലിവിങ്സ്റ്റൺ, ഇങ്ങനെയുള്ള ഒരുപാട് എക്സ്പീരിയൻസ്ഡ് താരങ്ങൾ. പതിരാനെ കുറഞ്ഞ തുകയ്ക്ക് തിരിച്ചെടുക്കാൻ ശ്രമിക്കും എന്ന തരത്തിൽ, പക്ഷെ ശ്രമിച്ചതേ ഇല്ല. അങ്ങനെ കുറേ നീക്കങ്ങൾ ആളുകൾ ചെന്നൈ ടീമിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അത് 2 കാരണം കൊണ്ടാണ് ആളുകൾ അത് പ്രതീക്ഷിച്ചത്. ഒന്ന്, ചെന്നൈക്ക് നല്ല പേഴ്സ് ബാലൻസ് ഉണ്ട് എന്നുള്ളത്. 2, ചെന്നൈയുടെ ഇതുവരെയുള്ള ഹിസ്റ്ററി, ഇതുവരെയുള്ള ചരിത്രം. അപ്പോൾ ഈ ചരിത്രത്തെക്കുറിച്ച് ഇപ്പോൾ ചെന്നൈ ആ ചരിത്രത്തിൽ നിന്ന് മാറിയിട്ട് 2 താരങ്ങളെ ചെന്നൈ എടുത്തതാണ് ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത്. 2 അൺക്യാപ്ഡ് താരങ്ങളെ, 2 താരങ്ങളും റെക്കോർഡ് തുകക്കാണ്. ഒരു അൺക്യാപ്ഡ് താരത്തേനും 14 കോടി ഇതുവരെ ലഭിച്ചിട്ടില്ല. 14.2 കോടിക്ക് 2 അൺക്യാപ്ഡ് താരങ്ങളെ എടുത്തു എന്നുള്ളതാണ്. ഇതിൽ നമുക്ക് പ്രശാന്ത് വീർ എന്ന് പറഞ്ഞ താരത്തെ ഓൾറെഡി ചെന്നൈ എടുക്കും എന്നുള്ള കൃത്യമായ ഇതുണ്ടായിരുന്നു. അപ്പം ഞാൻ തന്നെ നമ്മളെ സുഹൃത്തു വലയങ്ങളിലൊക്കെ സംസാരിക്കുന്ന സമയത്ത്, സുഹൃത്തുക്കളുമായിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഒരു 10 to 12 കോടിക്ക് ഈ പ്രശാന്ത് വീറിനെ ചെന്നൈ എടുക്കാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ്. അതിനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശാന്ത് വീർ ഓൾറെഡി ചെന്നൈയുടെ ട്രയൽസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളതാണ്. ജഡേജയുടെ ഒരു ക്ലോൺ എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു താരമാണ് ജഡേജ. നമുക്കറിയാം ജഡേജ എങ്ങനെയാണ് IPL വളർന്ന് ഫസ്റ്റ് സീസൺ കഴിഞ്ഞ് പിന്നെ ഇതായിട്ട് വരുന്നത്. 2008 രാജസ്ഥാന്റെ താരമായിട്ട് പിന്നെ എങ്ങനെയാണ് വളർന്നു വന്നത് നമുക്കറിയാം. അതുപോലെയുള്ള യുവതാരങ്ങളെ വളർത്തിയെടുക്കുക എന്നുള്ളൊരു പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പ്രശാന്ത് വീറിനെ ചെന്നൈ നോട്ടമിട്ടുള്ളത്. അത് ജഡേജയെ പോലുള്ള ഒരു താരമായിട്ട് വളർത്തി കൊണ്ടുവരിക എന്നുള്ള ഒരു നീക്കമാണ് പ്രശാന്ത് വീറിന്റെ കാര്യത്തിലുള്ളത്. കാർത്തിക് ശർമ്മയുടെ കാര്യത്തിലും ഇപ്പോൾ ഫ്ലെമിംഗ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് കാലമായിട്ട് നിരീക്ഷിച്ചു വരികയായിരുന്നു കാർത്തിക് ശർമ്മേനെ. അതായത് ഓൾറെഡി ചെന്നൈയുടെ 2 സ്കൗട്ടിൽ ഉണ്ടായിരുന്ന താരങ്ങൾ തന്നെയായിരുന്നു ഇവർ രണ്ടുപേരും. പിന്നെ അവരുടെ പ്രൈസ് ടാഗ് സ്വാഭാവികമായിട്ടും കൂടിപ്പോയത് മറ്റുള്ള ടീമുകളും കൂടി അവരെ ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. ഡിമാൻഡ് ഉണ്ടായിരുന്നത് കൊണ്ടാണല്ലോ ആ പ്രൈസ് ടാഗ് അങ്ങനെ പോയത് എന്നുള്ളതാണ്. പ്രശാന്ത് വീറിനെ സംബന്ധിച്ചിട്ടാണെങ്കിലും കാർത്തിക് ശർമ്മയെ സംബന്ധിച്ചിട്ടാണെങ്കിലും ഇപ്പൊ ഇനിയിപ്പോൾ അത് ഇങ്ങനെ പറയാം, ഇപ്പൊ ചെന്നൈക്ക് പണി കൊടുക്കാൻ വേണ്ടി വിളിച്ചാണെന്ന് പറയുമ്പോൾ ഒരു ഘട്ടത്തിൽ ചെന്നൈ നിർത്തുകയാണെങ്കിൽ ആ താരങ്ങൾ ഇതിലേക്ക് പോകും. ഇപ്പൊ ചെന്നൈ 14.2 കോടിക്ക് വിളിക്കില്ലെങ്കിൽ അത് 14 കോടിക്ക് മറ്റൊരു ടീം, ഏത് ടീമായിരുന്നു ആ ടീമിലേക്ക് പോകും. അപ്പോൾ ആ ടീം പറയുകയാണ് നിങ്ങൾ
ഇത്രയും വിലക്ക് ആ താരത്തെ എടുത്തില്ല, അത്തരം ന്യായങ്ങളൊന്നും ഇതിൽ കാര്യമില്ല. ഒരു ലേലത്തിന്റെ ഉള്ളിലുള്ള ഡിമാൻഡിനനുസരിച്ച് വില കൂടും. പിന്നെ ചെന്നൈയുടെ ഇപ്പോഴത്തെ ഒരു ഇതിനെക്കുറിച്ച് ഫ്ലമ്മിങ് വളരെ വ്യക്തമായിട്ട് പറയുന്ന കാര്യങ്ങളുണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ഇതുവരെ ചെന്നൈ മോഡേൺ T20 ആധുനിക T20യിലേക്ക് ഉള്ള ഒരു ചെന്നൈ ടീമിന്റെ മാറ്റം വളരെ പതുക്കെയായിരുന്നു. അതായത് ചെന്നൈ ഇപ്പോഴത്തെ ഒരു T20 എന്ന് പറയുന്നത് വളരെ അഗ്രസീവായിട്ട് ബാറ്റ് ചെയ്യുകയും വെടിക്കെട്ട്, ചെന്നൈനെ സംബന്ധിച്ച് ഒരു സെറ്റായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്ഡ് പ്ലെയേഴ്സിനെ എടുക്കുകയും അവരെ വെച്ചിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഈ രീതിയിലുള്ള ഓരോ മാച്ചിനും തന്ത്രങ്ങൾ മെനഞ്ഞിട്ട് കപ്പടിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പക്ഷേ മോഡേൺ T20 എന്ന് പറയുന്നത് ഒരു വെടിക്കെട്ട് ബാറ്റിംഗ്, ഫിയർലെസ് ആയിട്ടുള്ള ഒരു ക്രിക്കറ്റാണ്. ഒരു ഒന്നിനും പേടിക്കാതെ അടിക്കുന്ന വൈഭവ് സൂര്യവംശിയൊക്കെ മുന്നോട്ട് വെക്കുന്ന തരത്തിലുള്ള ഒരു T20 ഗെയിം പുതുതായിട്ട് വന്നിട്ടുണ്ട്. എന്താണ് നോക്കാൻ നിൽക്കുന്നത്, ആദ്യ പന്ത് മുതൽ തന്നെ അടിച്ച് കളിക്കുക എന്നുള്ള രീതിയിൽ. ഇപ്പം നമ്മൾ കഴിഞ്ഞ IPL അത് കണ്ടതാണ്. എത്ര മത്സരങ്ങളിലാണ് കഴിഞ്ഞ കുറേ IPL ചരിത്രത്തിൽ ഇത്രയധികം മത്സരങ്ങളിൽ 200+ സ്കോർ ഉണ്ടായിട്ടില്ല. അപ്പം അത് തിരിച്ചറിയാൻ ചെന്നൈ ഏറെ വൈകിയിട്ടുണ്ട്. അത് ചെന്നൈ വൈകിയതിൻ്റെ കൃത്യമായ സൂചനയാണ് കഴിഞ്ഞ സീസണിൽ ചെന്നൈ 10ാം സ്ഥാനത്തേക്ക് പോയതെന്ന് ഞാൻ പറയും. കാരണം ചെന്നൈ എടുത്തിരുന്ന ഒരുപാട് താരങ്ങളുണ്ട്, ഒരുപാട് ഇന്ത്യൻ താരങ്ങൾ. ഇപ്പോൾ ഞാൻ അവരുടെ പേരെടുത്ത് പറയുന്നില്ല, പക്ഷെ ഒരുപാട് കുറച്ച് കാലമായിട്ട് IPL കളിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ താരങ്ങളെടുത്ത് അവരെല്ലാം നിരാശപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ആ ഒരു മാറ്റത്തിലേക്ക് ചെന്നൈ എത്താൻ വൈകി എന്ന് ഫ്ലമ്മിങ് സ്വയം സമ്മതിക്കുന്നുണ്ട്. ഒന്ന്, ഇത് ചെന്നൈ എപ്പോഴാണോ ഇത് തിരിച്ചറിഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണിന്റെ പകുതിയിൽ വെച്ചിട്ടാണ്. അത് തിരിച്ചറിഞ്ഞപ്പോഴാണ് ചെന്നൈ പോയ താരങ്ങൾക്ക് പകരക്കാരായിട്ട് ആയുഷ് മാത്രേ, ബ്രവിസ്, ഇതുപോലുള്ള ഉർവിൽ പട്ടേൽ, ഇതുപോലുള്ള താരങ്ങളെ ചെന്നൈ കൊണ്ടുവരുന്നത്. ആ കൊണ്ടുവന്ന താരങ്ങൾ വെച്ചിട്ടാണ് പിന്നെയുള്ള ഗെയിമുകളിൽ ചെന്നൈയുടെ ബാറ്റിംഗ് അഗ്രസീവ് ആകുന്നത്. അവസാന മത്സരങ്ങളിൽ അവരെ കളിപ്പിക്കുന്നുണ്ട്, പല മത്സരങ്ങളിലും ചെന്നൈക്ക് ഒരു പോസിറ്റീവ് ആവുന്നുണ്ടായിരുന്നു. ഇല്ല, അതാ ഞാൻ പറഞ്ഞത്, ചെന്നൈയുടെ ബാറ്റിങ്ങിനെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു ചില ശ്രമങ്ങൾ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ചെന്നൈ തിരിച്ചറിഞ്ഞത് കഴിഞ്ഞ സീസണിന്റെ പകുതിയോട് കൂടിയിട്ടാണ്. പിന്നെ ഇപ്പൊ ഇപ്പൊ ആരാധകരെ സംബന്ധിച്ചിട്ട് 2025 സീസണിൽ നമ്മൾ പോയി 2026 നമ്മൾ കപ്പടിക്കണം എന്നുള്ള മൈൻഡാണ്. ഞാൻ ബേസിക്കലി ചെന്നൈ ആരാധകനാണെങ്കിൽ എന്റെ മൈൻഡിലുള്ളത് അതാണ്. പക്ഷെ ഫ്ലമ്മിങ് പറയുന്നത് അടുത്ത 6 വർഷത്തേക്കുള്ള പ്ലാനാണെന്നാണ്. അടുത്ത 6 വർഷത്തേക്കുള്ള പ്ലാനാണ്. കാരണം അടുത്ത 2 വർഷം മുന്നിൽ കണ്ടിട്ടുള്ള പ്ലാൻ അല്ല ഇത്. പ്രശാന്ത് വീറിന് 20 വയസ്സാണുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ കാർത്തിക് ശർമ്മക്കും ഈ 19 വയസ്സാണുള്ളത്. പിന്നെ പ്രശാന്ത് വീർ ജഡേജനെ പിൻഗാമിയായിട്ട് വളർത്താനുള്ള ശ്രമം നടക്കുമ്പോൾ കാർത്തിക് ശർമ്മേനെ തീർച്ചയായിട്ടും ധോണിയുടെ ആ ഒരു ലോ ഓർഡറിലെ വെടിക്കെട്ട് എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ തന്നെയാണ് ടീം ശ്രമിക്കുന്നത്. അതിനാണ് ഇപ്പോൾ നിലവിൽ ചെന്നൈ ശ്രമിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് പറയേണ്ടി വരും. പിന്നെ ഇത് മണ്ടത്തരാണോ തിരിച്ചടിയാണോ എന്നുള്ളത് അവരുടെ ഗെയിം കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കേണ്ടതാണ്. കാരണം IPL പരിചയസമ്പത്ത് ഇല്ലാത്ത 2 താരങ്ങളാണ്, യുവതാരങ്ങളാണ്. പക്ഷെ അവരുടേതായ രീതിയിൽ കഴിവ് തെളിയിക്കുന്ന താരങ്ങളാണ്. അപ്പോൾ കാർത്തിക് ശർമ്മ രാജസ്ഥാന് വേണ്ടിയിട്ട് സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ 17 ബോൾ 35, 10 ബോൾ 16, 12 ബോൾ 18, 31 ബോൾ 46, ഈ രീതിയിലുള്ള ഒരു ഇന്നിങ്സ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു താരമാണ്. അതുപോലെ തന്നെയാണ് പ്രശാന്ത് വീർ UP T20 ലീഗിൽ നോയിഡ സൂപ്പർ കിങ്സിന് വേണ്ടിയിട്ട് തിളങ്ങുകയും ആ രീതിയിൽ അവിടെ പ്രകടനം കാഴ്ചവെക്കുകയും സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ UPക്ക് വേണ്ടി കളിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള താരമാണ്. അപ്പോൾ അവരിപ്പോൾ നിലവിൽ കളിക്കുന്ന സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ, അതായത് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന താരങ്ങൾ ഇനി IPL വന്നിട്ട് പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് 1 വർഷം കൊണ്ടൊക്കെ സാധിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചെന്നൈയുടെ ടീമിനെ സംബന്ധിച്ച് അങ്ങനത്തെ ചരിത്രം ഒരുപാടുണ്ട്. ഇപ്പോൾ 14 പോലുള്ളൊരു താരത്തെ ചെന്നൈ വളർത്തി ഇതുപോലെ തന്നെ ഒരു സീസൺ കൊണ്ടാണ് പെട്ടെന്ന് ഇത് ചെയ്യുന്നത്. ഋതുരാജ് ഗെയ്ക്വാദ് ടീമിലെത്തിയിട്ടുള്ള സീസണിലാണ് ഒരു ലീഡർഷിപ്പിലേക്ക് വളരുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ഭാവി എന്ന് പറയുന്നത് ഇതൊരു എന്താ പറയുക, കൃത്യമായിട്ട് ഡാഡ്സ് ആർമി എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു പുതിയ ആധുനിക T20യിലേക്കുള്ള ഒരു മാറ്റം, ഒരു ട്രാൻസിഷനാണ് ചെന്നൈ ടീമിനകത്ത് നടക്കുന്നത്. അതുപോലെ തന്നെ ഫ്ലമ്മിംഗ് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, T20's ബേബീസ് ഇറ എന്ന് പറയുന്ന, അതായത് T20 ബേബീസ് ഇപ്പോൾ ഉള്ള യുവതാരങ്ങൾ, അവരുടെ ഒരു പുതിയ ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഒരു പേടിയില്ലാതെ ആദ്യ പന്ത് മുതൽ അഗ്രസീവായിട്ട് കളിക്കുക, ഫ്രീ ആയിട്ട് കളിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ വൈഭവിൻ്റെ ബാറ്റിംഗ് നമ്മൾ കാണുന്നുണ്ട്. ഏത് ഫോർമാറ്റ് ആണെങ്കിലും വൈഭവ് കളിക്കുന്ന ഒരു ഇതാണ്. അപ്പം അത് ആ ഒരു ശൈലിയിലുള്ള യുവതാരങ്ങളെ കൊണ്ടുവരിക എന്നതാണ് ചെന്നൈയുടെ ഒരു നീക്കം. ചെന്നൈ ഫ്ലമ്മിങ് പറയുന്നത് പരിചയസമ്പത്തുള്ള താരങ്ങൾ സ്വാഭാവികമായിട്ട് മാച്ച് സിറ്റുവേഷനും മറ്റുള്ള കാര്യങ്ങളും ആലോചിച്ച് പ്ലാൻ ചെയ്ത് ഇതൊക്കെ ആക്കുന്നതിനേക്കാളും യുവതാരങ്ങൾ ഈ വന്ന് ഒരു ഫ്രീ ആയിട്ട് വളരെ സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ
അങ്ങനത്തെ ഒരു ടീമിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് ചെന്നൈ ശ്രമിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ചെന്നൈ ടീമിൽ ഈ പറയുന്ന T20 ഇതിനകത്ത് പറയാൻ പറ്റുന്ന ഒരു പിടി താരങ്ങളുണ്ട്. ആയുഷ് മാത്രയുണ്ട്, ഉർവിൽ പട്ടേൽ ഉണ്ട്, കുറച്ച് 27 വയസ്സിട്ടുണ്ടെങ്കിൽ പോലും ഉർവിൽ പട്ടേൽ ഉണ്ട്, അതുപോലെ തന്നെ ബ്രെവിസ് ഉണ്ട്, ഇപ്പോൾ പ്രശാന്ത് വീർ വന്നിട്ടുണ്ട്, കാർത്തിക് ശർമ്മ വന്നിട്ട്. അപ്പോൾ ചെന്നൈനെ സംബന്ധിച്ച് ഈ പറയുന്ന പോലെയുള്ള ആയുഷ് മാത്രേനെയും ബ്രെവിസിനെയൊക്കെ കൊണ്ടുവന്ന നീക്കങ്ങൾ വിജയിച്ചത് കൊണ്ടാണ് അവർ കൂടുതലായിട്ട് അങ്ങനെ ശ്രമിച്ചത്. പിന്നെ നമ്മൾ നിലവിൽ വിമർശനം എന്ന് പറയുന്നത് ചെന്നൈ ടീമിന്റെ ബോളിങ്ങിനെ കുറിച്ചിട്ടൊക്കെയാണ്. ബോളിങ്ങിനെ കുറിച്ചിട്ട് നമ്മൾ പറയാൻ വേണ്ടി വരും. എന്താണ് ബൗളിങ്ങിനെ പതിനാനെ വിട്ട് കളഞ്ഞത് തെറ്റൊന്നുമില്ലെന്നാണ് എൻ്റെ പ്രശ്നം. പതിനാനയ്ക്ക് മിഡിൽ ഓവറുകളിൽ ഇടയ്ക്ക് വിക്കറ്റ് എടുക്കുന്നു എന്ന ഒരു നേട്ടമുണ്ട്. പക്ഷേ വിട്ടു കൊടുക്കുന്ന റൺസും അതുപോലെ തന്നെ ഇതുകൊണ്ട് വൈഡുകളും അങ്ങനെയുള്ള പന്തുകളൊക്കെ വളരെ കൂടുതലാണ്. പക്ഷെ നമ്മൾ ഇത്തവണത്തെ അവർ പേസർമാരുടെ കാര്യത്തിലോട്ട് നോക്കുമ്പോൾ മാറ്റ് ഹെൻറി, നദൻ എലിയാസ്, ഖലീൽ അഹമ്മദ്, മുകേഷ് ചൗധരി, ഗുർബന്ദീപ് സിംഗ് അല്ലേ, ഗുർജപ്നീത് സിംഗ് ഒക്കെ ഇവരിൽ നമുക്കൊരു നല്ലൊരു പേസറെ കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുള്ളൊരു വലിയൊരു പ്രശ്നമുണ്ട്. ഇത് ചെന്നൈ ടീമിനെ സംബന്ധിച്ച് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ലേലത്തിൽ എടുത്തിട്ടുള്ളത് കഴിഞ്ഞ സീസണിൽ ജാമി ഓവർട്ടൺ ഉണ്ട്, അതുപോലെ തന്നെ ഫോക്സ് പരിക്കായിരുന്നു. ജാമി ഓവർട്ടനെ കഴിഞ്ഞ സീസണിൽ പരിക്കായതുകൊണ്ട് തന്നെ 3 മത്സരങ്ങളെ ചെന്നൈക്ക് ദയച്ചിട്ടുള്ളൂ. ചെന്നൈ ടീമിനെ സംബന്ധിച്ച് ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു മാറ്റ് ഹെൻറി വന്നിട്ടുണ്ട്. പക്ഷെ ഒരു നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ആ ഒരു ഓറ ഉള്ള ഒരു ബൗളർ ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പൊ മറ്റുള്ള ടീമിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു വിദേശ പേസർ എന്ന് പറയുമ്പോൾ വളരെ ശക്തമായിട്ട് ഒരു മികച്ച പ്രകടനം നടത്തുന്ന, എപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സ്ട്രോങ് ആയിട്ട്, അല്ലെങ്കിൽ IPL മുമ്പ് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ബോളർ ഇല്ല എന്നുള്ളത് തന്നെയാണ്. അത് ചെന്നൈയുടെ ഒരു നെഗറ്റീവ് ഘടകമായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് മുസ്തഫിസുർ റഹ്മാനൊക്കെ ചെന്നൈ ശ്രമിക്കുന്നത്. കാരണം ചെന്നൈയിലെ കണ്ടീഷനിൽ മുസ്തഫിസുർ റഹ്മാൻ നല്ലൊരു രീതിയിൽ പന്തെറിയുന്ന ഒരു താരം തന്നെയാണ്. പക്ഷെ അത് നടക്കാതെ പോകുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ജെയ്സൺ ഹോൾഡറിനെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഈ ബോളിംഗ് ഒറ്റ നോട്ടത്തിൽ നോക്കുന്ന സമയത്ത് പേസ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് പ്രത്യേകിച്ച് ഡെത്ത് ഓവറുകളിൽ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു സാഹചര്യം, ഡെത്ത് ഓവറുകളിൽ ഒരു ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ബൗളർമാരില്ല എന്നുള്ളതാണ് ചെന്നൈയുടെ ഒരു ഇപ്പോഴത്തെ ഒരു പ്രശ്നം ആ ടീം നോക്കുന്ന സമയത്ത്. പക്ഷേ പല സാഹചര്യങ്ങളിലും ഇത്തരം ബൗളർമാരെയൊക്കെ വെച്ചിട്ട് ചെന്നൈ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ മോഹിത് ശർമ്മനൊക്കെ പോലുള്ള താരങ്ങൾ, അല്ലെങ്കിൽ ചെന്നൈയുടെ മുമ്പുള്ള ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ നമുക്ക് നോക്കാം. ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ മുൻ വർഷങ്ങളിലൊക്കെ ഇങ്ങനത്തെ വളരെ സ്റ്റാർ ആയിട്ടുള്ള ഒരു ബൗളറെ അല്ലാത്ത ബൗളർമാരൊക്കെ കൊണ്ടുവന്നിട്ട് തന്നെ ചെന്നൈക്ക് അത് ഇത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച ഒരു കാലം ഉണ്ട്, പല സീസണുകളിലുണ്ട്. പക്ഷെ അത് ഇന്നത്തെ ഒരു T20 അത് എത്രത്തോളം പോസിബിൾ ആണ് എന്നുള്ളത് ഒരു അത് കണ്ട് അറിയേണ്ട തന്നെ കാര്യമാണ്. പിന്നെ രാഹുൽ ചഹറിനെയാണ് ചെന്നൈ സ്പിന്നറായിട്ട് എടുത്തിട്ടുള്ളത്. രാഹുൽ ചഹർ സമീപകാലത്ത് സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിൽ നോക്കുകയാണെങ്കിൽ ആദ്യ മത്സരങ്ങളിലൊക്കെ നല്ല എക്കണോമിയിൽ 7-6 എക്കണോമിയിലൊക്കെ പന്തെറിഞ്ഞുകൊണ്ടിരുന്ന രാഹുൽ ചഹർ ഈ ലേലത്തിന്റെ തൊട്ട് മുമ്പ് നടന്ന 3-4 മത്സരങ്ങളിൽ വളരെ നിരാശപ്പെടുത്തിയിട്ടുണ്ട്. ലേലത്തിന്റെ അന്ന് സത്യത്തിൽ 58 റൺ 3 ഓവറിൽ രാഹുൽ ചഹർ വഴങ്ങിയിട്ടുണ്ട്. 19 എക്കണോമിയിലാണ് പന്തെറിഞ്ഞിട്ടുള്ളത്. അതിന്റെ തൊട്ട് മുന്നുള്ള മത്സരത്തിൽ 2 ഓവറിൽ 35 വഴങ്ങിയിട്ടുണ്ട്. അതിന്റെ മുമ്പുള്ള മത്സരങ്ങളിൽ 4 എക്കണോമിയിൽ പന്തെറിഞ്ഞിട്ടുണ്ട്. അതിന്റെ മുന്നുള്ള മത്സരങ്ങൾ വീണ്ടും 10 മുകളിലുള്ള എക്കണോമിയിൽ. അപ്പൊ ലാസ്റ്റ് 4 സെയ്ദ് മുഷ്താഖ് അലിയിലെ മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ രാഹുൽ ചഹർ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. മാത്രമല്ല കഴിഞ്ഞ സീസണിൽ ഒരൊറ്റ മത്സരമാണ് രാഹുൽ ചഹർ കളിച്ചിട്ടുള്ളത്. അതും കൂടി എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ രവി ബിഷ്ണോയ്ക്ക് വേണ്ടിയിട്ട് ചെന്നൈ നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നടന്നില്ല. സത്യത്തിൽ ഈ ആരാധകർ ഉന്നയിക്കുന്ന ഒരു ചോദ്യം, എന്തുകൊണ്ട് ഈ പറയുന്ന കാർത്തിക് ശർമ്മ, പ്രശാന്ത് വീർ എന്ന് പറയുന്ന പിള്ളേർക്ക് ഇത്രയധികം കോടികൾ കൊടുത്തു, ഇത്രയും കോടി ഉണ്ടായിട്ട് വേറെ, അതായത് രവി ബിഷ്ണോയ്ക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ചുകൂടിയൊക്കെ ശ്രമിക്കാമായിരുന്നു എന്നുള്ള രീതിയിൽ ആളുകൾ അഭിപ്രായപ്പെടുന്നുണ്ട്. അത് ടീം മാനേജ്മെന്റ് ഇപ്പോഴത്തെ അവരുടെ ഒരു സ്ട്രാറ്റജി ആയിട്ട് പറയുന്നത് യുവതാരങ്ങളിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക, അവരെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് ഇപ്പോൾ ഈ ലേലം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ഒരു ദിവസത്തെ കാര്യമാണ്. എത്ര കോടി കൊടുത്ത് എടുക്കേണ്ടിയിരുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ടീമിനൊരു പ്ലാൻ ഉണ്ടാവും. ആ പ്ലാനിന് അനുസരിച്ചിട്ട് അവരുടെ ആ താരങ്ങളുടെ ഡിമാൻഡ് ഇതിനകത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇതുണ്ടാവും. പിന്നെ കാമറൂൺ ഗ്രീനിന് വേണ്ടിയിട്ട് 25 കോടി വരെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിന്റെ മേലേക്കൊന്നും പോകേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് എനിക്ക് ചെന്നൈ ടീമിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത്, ഗ്രീനിന് വേണ്ടിയിട്ട്. പിന്നെ സ്പിന്നർമാരുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ നൂർ അഹമ്മദിന്റെ കാര്യം നമ്മൾ വിട്ടുപോകാതെ പറയേണ്ട ഒരു കാര്യമാണ്. കാരണം നൂർ അഹമ്മദിന്റെ നമുക്കറിയാം, ജഡേജയുടെ ഒരു ഒഴിവ് ചെന്നൈ ടീമിലുണ്ട്. നൂർ അഹമ്മദിനെ കൊണ്ടൊക്കെ സ്പിന്നിൽ ബോളിങ്ങിന്റെ കാര്യത്തിൽ അത് നൂർ അഹമ്മദിനെ അത് പരിഹരിക്കാൻ പറ്റും. കാരണം ചെന്നൈയിലെ ചെപ്പോക്കല സ്റ്റേഡിയം പോലുള്ള സ്പിന്നെ അനുകൂലിക്കുന്ന ഒരു ഗ്രൗണ്ടിലും പിച്ചിലൊക്കെ വളരെ വൈവിധ്യമാർന്നില്ല. ഭയങ്കര ഒരു ടേണിങ്ങിലടക്കം ഭയങ്കര ഒരു പ്രത്യേകത ഉള്ള ഒരു അഫ്ഗാൻ ബോളറാണ്. അതിൻ്റെതായ ഒരു പ്രത്യേകതയുള്ളതാണ് നൂർ അഹമ്മദ്.
ഇപ്പം നൂർ അഹമ്മദ് എന്നെ ചെന്നൈയുടെ സ്പിൻ ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ച് പേസിനെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും സ്പിൻ ഡിപ്പാർട്ട്മെന്റിനെ കുറച്ചും കൂടെ ഒരു വ്യത്യസ്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓൾറൗണ്ടർമാരുടെ കാര്യത്തിലോട്ട് നോക്കുവാണെങ്കിൽ ഇത്തവണ അപ്പോൾ അവിടെ ഒരു മികച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദുബൈയുടെ കാര്യമാണ് നമുക്ക് പറയാം. വേറെ ഒരു വലിയൊരു താരത്തെ നമുക്ക് അവിടെ എടുത്ത് കാണിക്കാൻ പറ്റുന്നില്ലാത്തൊരു പരിമിതി കൂടെ അവിടെയുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പോൾ ജാമി ഓവർട്ടനെ പോലുള്ളൊരു വിദേശ താരമാണ് ഉള്ളത്. ഇപ്പോൾ ജാമി ഓവർട്ടൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ സീസണിൽ അധികം മത്സരങ്ങൾ കളിച്ചിട്ടില്ല എന്നുള്ളതൊരു ഘടകമാണ്. പിന്നെ ജഡേജ എന്ന് പറയുന്ന ഒരു താരത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ്, സാംകറൻ, ജഡേജ സാംകറൻ എന്ന് പറയുന്നത്, ഇപ്പോൾ സാംകറൻ്റെ കാര്യത്തിൽ ആരാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ള ഇതല്ല, ജഡേജയുടെ ഒരു പിൻഗാമിയായിട്ട് പ്രശാന്ത് വീർ എന്ന് പറയുന്ന താരത്തിനെ കൊണ്ടുവരുമെന്നാണ് ചെന്നൈ പറയുന്നത്. ആ ഒരു അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ പ്രശാന്ത് വീർ ചെന്നൈയുടെ പ്ലേയിങ് ലെവലിൽ ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാർത്തിക് ശർമ്മയുടെ കാര്യത്തിൽ അടുത്ത സീസണിൽ വലിയ ഉറപ്പില്ല. കാരണം ശിവൻ ദുബെ അതുപോലെ തന്നെ ഈ പറയുന്ന താരങ്ങളെല്ലാവരും, സർഫറാസ് ഖാൻ ഉണ്ട്. സർഫറാസ് ഖാൻ്റെ കാര്യം അതിലും വളരെ രസകരമാണ്. അത് സർഫറാസ് ഖാൻ നിലവിൽ 2021 അവസാനമായിട്ട് IPL കളിച്ചത്. മാത്രമല്ല ഒരു ടെസ്റ്റ് താരം എന്ന രീതിയിലേക്ക് മാറ്റപ്പെടുന്നുണ്ട് സർഫറാസ് ഖാൻ. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സർഫറാസ് ഖാൻ ക്രിക്കറ്റിലേക്ക് തിരിച്ചെത്തുക, ടീമിൽ നിന്നൊക്കെ സ്ഥാനം നഷ്ടപ്പെടുകയും ഫിറ്റ്നസ് സംബന്ധമായ പ്രശ്നങ്ങൾ ഇതാകുകയൊക്കെ ചെയ്തിട്ട് വെയിറ്റ് ഒക്കെ കുറച്ചു, എന്നിട്ട് തിരിച്ചു വരാനുള്ള ശ്രമം നടത്തുകയാണ്. പക്ഷേ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ ഈ ലേലം നടക്കുന്ന ദിവസം 22 പന്തിൽ 73 റൺ അടിച്ചിട്ടുണ്ട് സർഫറാസ്. പല മത്സരങ്ങളിലും നല്ല രീതിയിൽ ബാറ്റ് ചെയ്യുന്നുണ്ട്. ബാറ്റിങ്ങിൽ നല്ലൊരു പ്രകടനം സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ നടത്തുന്നുണ്ട്. പിന്നെ ചെന്നൈനെ സംബന്ധിച്ച് 75 ലക്ഷത്തിന് ആ ഒരു ബൈ എന്ന് പറഞ്ഞാൽ ഒരു സ്മാർട്ടായിട്ടുള്ളൊരു ബൈ എന്നേ പറയാൻ പറ്റുള്ളൂ. അതിൻ്റെ റിസൾട്ട് ഈ പറഞ്ഞ പോലെ അതെങ്ങനെയാണ് ടീമിനകത്തുള്ള ടീമിൻ്റെ കോമ്പിനേഷനിൽ സർഫറാസ് ഖാനെ ഉൾപ്പെടുത്താൻ ചെന്നൈ ശ്രമിക്കുന്നത് എന്നതുപോലെ ഇരിക്കും. പിന്നെ എടുത്തു പറയേണ്ടത് ഇപ്പോൾ അക്കീൽ ഹുസൈൻ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ 32 വയസ്സുള്ള ഒരു ലെഫ്റ്റ് ആം ഓർത്തഡോക്സ് ബോളറാണ്. ഓൾറൗണ്ടറും കൂടിയാണ്. ചെറിയ രീതിയിൽ ബാറ്റിങ്ങിലൊക്കെ സംഭാവന ചെയ്യുന്നതാണ്. പക്ഷെ അത് ഈ പറയുന്ന പോലെ പ്ലേയിങ് ലെവലിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയൊക്കെ വളരെ കുറവാണ്. പിന്നെ മാച്ച് ഔട്ടിനെ എടുത്തിട്ടുള്ള മാച്ച് ഔട്ട് ഓപ്പണിങ്ങിലേക്ക് ഒരു വിദേശ ബാക്കപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ചിലപ്പോൾ ചെന്നൈ ടീമിനെ സംബന്ധിച്ച് മുന്നോട്ട് പോകും തോറും ഓപ്പണിങ്ങിൽ ചിലപ്പോൾ എന്തെങ്കിലും പാളിച്ചകൾ, ഫോമില്ലായ്മയോ മറ്റുള്ള എന്തെങ്കിലും സ്ഥിരതയില്ലായ്മയൊക്കെ പ്രശ്നം കാണുന്ന സമയത്ത് മാച്ച് ഔട്ടിനെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊരു ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 1.5 കോടി രൂപക്ക് ഒരു വിദേശ ഓപ്പണറെ കിട്ടുന്നു എന്നുള്ളത് പറയാം. ടോപ്പ് ഓർഡറിലും ബാറ്റ് ചെയ്യുന്ന താരം തന്നെയാണ്. പിന്നെ ഞാൻ സർഫറാസ് ഖാൻ്റെ കാര്യം പറഞ്ഞു, മാറ്റ് ഹെൻറിയുടെ കാര്യം പറഞ്ഞു. പരിചയ സമ്പത്തുള്ള ഒരു പേസ് ബോളർ തന്നെയാണ്. പക്ഷേ ഈ പറയുന്ന പോലെ 6 IPL മത്സരങ്ങളെ കളിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. പിന്നെ എടുത്തിട്ടുള്ളത് ചെന്നൈ അവസാനം എടുത്തിട്ടുള്ള താരം സെക്കരി ഫോക്സ്, ന്യൂസിലാൻഡുകാരനാണ്. സ്വാഭാവികമായിട്ടും ഫ്ലമ്മിങ്ങിന് ഒരു താല്പര്യം കൂടി ഉണ്ടാവുമായിരിക്കും ആ താരത്തെ എടുക്കുന്നതിൽ. അല്ലെങ്കിൽ അവസാനം ബാക്കി വന്ന താരങ്ങളിൽ ഒരാളെ അങ്ങ് എടുക്കുക എന്നുള്ള രീതിയിൽ എടുത്തായിരിക്കും. IPL ഇതുവരെ കളിച്ചിട്ടില്ല. പക്ഷെ 139 സ്ട്രൈക്ക് റേറ്റിലൊക്കെ 140 സ്ട്രൈക്ക് റേറ്റിൽ T20 ബാറ്റ് ചെയ്യുന്ന താരം തന്നെയാണ്. 17 അന്താരാഷ്ട്ര T20 മത്സരങ്ങളിൽ നിന്ന് 18 വിക്കറ്റ് വീഴ്ത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ ബാക്കപ്പായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന താരങ്ങൾ തന്നെയാണ്. പക്ഷേ ഈ ലേലത്തെ സംബന്ധിച്ച് വിലയിരുത്തുകയാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ ചെന്നൈ ടീമിനെ സംബന്ധിച്ച് പ്ലേയിങ് ലെവലിലേക്ക് അവനെ ഉറപ്പായിട്ടും പ്ലേയിങ് ലെവലിൽ വേണം എന്ന തരത്തിൽ ആളുകൾക്ക് തോന്നുന്ന ഒരു താരം ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ പ്രശാന്ത് വീറൊക്കെ കാർത്തിക് ശർമ്മയൊക്കെ ആരാണ് ഇവരൊക്കെ എന്നുള്ള രീതിയിലാണ് ആരാധകരുടെയൊക്കെ ഒരു ചോദ്യം ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനത്തെ ഒരു താരങ്ങളെ ലേലത്തിൽ വിളിച്ചെടുത്തില്ല എന്നുള്ളതാണ് ചെന്നൈ ടീമിനെ സംബന്ധിച്ചുള്ള ഒരു പോരായ്മ, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം. പിന്നെ ടീമിന്റെ ശക്തി എന്ന് പറയുന്നത് ഈ പറയുന്ന യുവനിര തന്നെയാണ്. ശക്തമായ ടോപ്പ് ഓർഡറാണ്. ടോപ്പ് ഓർഡറിൽ ഉള്ളൊരു ടോപ്പ് ഓർഡർ തന്നെയാണ് ടീമിന്റെ ഒരു ശക്തി എന്ന് പറയേണ്ടി വരും. പിന്നെ എങ്ങനെയാണ് പ്ലാൻ എന്ന് അറിയില്ല. ഇപ്പൊ ധോണി എങ്ങനെയാണ് കളിക്കുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ധോണി അതെ ഇപ്പൊ ഈ നിലയ്ക്ക് യുവതാരങ്ങൾക്ക് പുതിയ തലമുറക്ക് മാറ്റം എന്നൊക്കെ പറയുമ്പോഴും ധോണിനെ പോലുള്ള ഒരു താരം അവിടെ എപ്പോഴും ടീമിലുണ്ട് എന്നുള്ളത് അതിന്റെ വേറൊരു ഘടകമാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടീമിന്റെ ഒരു നെഗറ്റീവ് ഘടകം അല്ലെങ്കിൽ വീക്ക്നെസ് എന്ന് പറയുകയാണെങ്കിൽ പേസ് ബോളർമാരുടെ ഓൾറൗണ്ടർമാർ അങ്ങനെ ഭയങ്കരമായിട്ട് ടീമിന് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹിസ്റ്ററി അങ്ങനെയുള്ള ഒരു ഓൾറൗണ്ടർമാർ ടീമിലില്ല എന്നുള്ളത് തന്നെയാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം. പിന്നെ പോസിറ്റീവായിട്ട് സഞ്ജുവിൻ്റെ കാര്യം നമുക്ക് പറയാം. സഞ്ജുവിനെ കൊണ്ടുവന്നത് തീർച്ചയായിട്ടും ഒരു പിൻഗാമി എന്നുള്ള രീതിയിൽ തന്നെയാണ് എന്ന് ഫ്ലമിംഗ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ജഡേജനെ മാറ്റി സഞ്ജു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പിൻഗാമിനെ കൊണ്ടുവരിക, അത് ധോണിക്കുള്ള പിൻഗാമിയാണ്. എനിക്ക് തോന്നുന്നത് ധോണിക്ക് സഞ്ജുവിന്റെ പിൻഗാമിയായിട്ടുള്ള ഉർവിൽ പട്ടേലിന്റെ പിൻഗാമിയായിട്ട് കാർത്തിക് ശർമ്മയും ടീമിലുണ്ട് എന്നുള്ളതാണ്. 4 വിക്കറ്റ് കീപ്പർമാരാണ്. 4 വിക്കറ്റ് കീപ്പർമാരെ ഈ ടീമിൽ കാണുമ്പോൾ
ഞാൻ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത്, ധോണി ഈ സീസണോട് കൂടിയിട്ട് മാറാനുള്ള, അല്ലെങ്കിൽ ഈ സീസൺ പകുതിയോട് കൂടിയിട്ടൊക്കെ ആയിട്ട് മാറാനുള്ള ഒരു സാധ്യത വളരെ വ്യക്തമാണ് ആ ടീമിനകത്ത്. പിന്നെ നമ്മൾ നേരത്തെ പ്ലേയിങ് 11ന്റെ കാര്യം പറയുകയാണെങ്കിൽ ചെന്നൈയുടെ ഒരു വിദേശ കോമ്പിനേഷൻ നൂർ അഹമ്മദ് എന്തായാലും ടീമിൽ ഉണ്ടാകാനാണ് സാധ്യത. ബാക്കി നദാൻ അല്ലീസ് കഴിഞ്ഞ ഇതിനൊക്കെ ഒരു ബാക്കപ്പ് പേസർ എന്നുള്ള രീതിയിലായിരുന്നു. പിന്നെ ഒരു ഇന്ത്യൻ പേസർ എന്ന് പറയുമ്പോൾ മുകേഷ് ചൗധരി, അതുപോലെ തന്നെ ഗുർജപ്നീത് സിംഗ്, ഇവരൊക്കെയാണ് ഉള്ളത്. എങ്ങനെയാണ് ബോളിംഗ് നിര എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതാണ്. ഈ പറയുന്ന യുവതാരങ്ങളുടെ കാര്യം പറയുമ്പോഴും ശക്തമായ ബാറ്റിംഗ്, പുതിയ യുവ ബാറ്റർമാരെന്ന് പറയുമ്പോഴും ഓൾറൗണ്ടർമാർ പരിചയസമ്പത്തുള്ള ആളുകളില്ല. അതുപോലെ തന്നെ പേസ് ബോളർമാരുടെ കാര്യത്തിൽ എത്രത്തോളം എങ്ങനെയാണ് ചെന്നൈയുടെ ഒരു കോമ്പിനേഷൻ ഉണ്ടാകുക എന്നൊക്കെയാണ് ആരാധകരെ സംബന്ധിച്ച് ആശങ്കയായിട്ട് നിൽക്കുന്നത്. അത് നമുക്ക് നേരിട്ട് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും ചെന്നൈ ടീമിനെ സംബന്ധിച്ച് ആരാധകരെ വലിയ രീതിയിൽ അല്ലെങ്കിൽ തൃപ്തിപ്പെടുത്തുന്ന ഒരു ലേലം ആയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അത് മിനി ലേലത്തിന്റെ ഒരു പ്രത്യേകത അതാണ്. കാരണം ഒരുപാട് സൂപ്പർ താരങ്ങളൊന്നും അതിനകത്ത് ഉണ്ടാവില്ല. ഉള്ള സൂപ്പർ താരങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അതിനകത്ത്. പക്ഷേ കൊൽക്കത്ത എടുത്തിട്ടുള്ളത് ഇപ്പോൾ കാമറൂൺ ഗ്രീനിൻ്റെ അടുത്ത്, അതുപോലെ തന്നെ 17 അടുത്ത്. ഇപ്പം ബാക്കിയുള്ള താരങ്ങളെ ചെന്നൈ എടുത്തില്ല. അപ്പം ചെന്നൈ എടുത്തില്ല എന്ന് പറയുമ്പോൾ അവർ തീരെ, അതായത് അവർ ഭയങ്കരമായിട്ട് ചെന്നൈക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനും കഴിയില്ല. ചെന്നൈയുടെ ഒരു പണ്ട് മുതലേ ഉള്ള ഒരു ശൈലി അതാണ്. കാരണം ഒരുപാട് തിളക്കുള്ള താരങ്ങളെക്കാളും കുറച്ച് താരങ്ങളെ കൊണ്ടുവന്ന് ആ ഒരു ഇതിനെ സെറ്റ് ചെയ്തിട്ട് ഓൾറെഡി ഒരു കോർ ടീം 11 ചെന്നൈക്ക് ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് വിടവുകൾ നികത്താമായിരുന്നു ബോളിങ്ങിലെ, പേസ് ബോളിങ്ങിൽ. അത് നികത്താൻ എന്തായാലും പറ്റിയിട്ടില്ല. എങ്ങനെയായിരിക്കും ചെന്നൈയുടെ പ്ലേയിങ് 11 എന്ന് നമുക്ക് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്.